ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടേൺ ടു ലേൺ NMMS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാറ്റിൻ്റെയും സാറ്റിൻ്റെയും ക്ലാസ്സുകൾ ടേൺ ടു ലേൺ NMMS എന്നുള്ള യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടേൺ ടു ലേൺ എന്നുള്ള മെയിൻ ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ NMMSമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയുന്നതിന് വേണ്ടിയിട്ട് ടേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആണ്. ടേൺ ടു ലേൺ NMMS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ NMMS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള കുട്ടികൾക്ക് ഇവർക്കൊക്കെ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് 2 days നമ്മൾ ഡിസ്കസ് ചെയ്ത് മാറ്റിലെ ഓരോ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമുള്ള സാറ്റിലെ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യണം. സാറ്റിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ പാഠത്ത് സാറ്റ് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 7 ചോദ്യങ്ങളാണ്. 7 ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത്. അത് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം ആ വീഡിയോ ഏതാണെന്ന്. അത് കാണാത്തവർ ആ വീഡിയോ കാണണം, എന്നിട്ട് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ സാറ്റ് സോഷ്യൽ സയൻസ് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 8 മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം. 8 മുതലുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം. റിവർ വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഏർലി ഹ്യൂമൻ ലൈഫിൽ നിന്ന് ഒരു ചോദ്യം, അതുപോലെ തന്നെ ആൻഷ്യൻ്റ് തമിഴകം, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ചോദ്യങ്ങൾ കാണാം. 8ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന് മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 8ാമത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റാൻഡ് ഫോർ ദ വുമൺ മെൻഷൻ ഇൻ ആൻഷ്യൻ്റ് തമിഴ് സംഘം ടെക്സ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംഘം കൃതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ 5ാമത്തെ ചാപ്റ്ററാണ് സംഘം, ആൻഷ്യൻ്റ് തമിഴകം. അതിലാണ് സംഘം ലിറ്ററേച്ചറെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. പുരാതന തമിഴ് സംഘം കൃതികളിൽ സൂചിപ്പിച്ച ഉമണർ എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഷിപ്പ് ബിൽഡിംഗ്, കപ്പൽ നിർമ്മാണം. തെറ്റാണ്, അല്ലല്ലോ. ദെൻ വെയ്വിങ് വർക്ക്, നെയ്ത്ത് ജോലി, തെറ്റാണ്. ദെൻ റവന്യൂ കളക്ഷൻ, അതും തെറ്റാണ്. സാൾട്ട് ആൻഡ് സ്പൈസ് ട്രേഡറാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഉപ്പിൻ്റെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും വ്യാപാരമായിരുന്നു ഉമണർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ദെൻ 9ാമത്തെ ചോദ്യം വീണ്ടും ആൻഷ്യൻ്റ് തമിഴകം എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇതിനൊക്കെ ആൻസർ. അതാണ് നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് പഠിക്കണം, ഓരോ തവണയും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം എന്ന് പറയുന്നതിന് പ്രധാന കാരണം. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വിച്ച് എമംഗ് ദ സംഘം ലിറ്റററി ടെക്സ്റ്റ് ഈസ് എ ഗ്രാമർ ടെക്സ്റ്റ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സംഘം കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ ഉണ്ട്, അതുപോലെ തന്നെ എപ്പിക് പോയംസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പട്ടികകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള വ്യാകരണ ഗ്രന്ഥം ഏതൊക്കെ, ഗ്രാമർ ടെക്സ്റ്റ് ഏതാണെന്നാണ്. മധുരകാഞ്ചി, പതിറ്റുപാട്ട് അല്ല. ദെൻ മണിമേഖല അല്ല. ഏതാണ് ആൻസർ? തൊൽക്കാപ്യമാണ് ആൻസർ. തൊൽക്കാപ്യം, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മണിമേഖലയൊക്കെ എന്താണ്? എപ്പിക് പോയമാണ് അല്ലേ, എപ്പിക് പോയമാണ്. ദെൻ 9ാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1ാമത്തെ പാഠം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഏർലി ഹ്യൂമൻ ലൈഫിൽ ഗോർഡൻ ചൈൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോർഡൻ ചൈൽഡ്, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതാണെന്നുള്ള താഴെ പറയുന്നവയിൽ ഗോർഡൻ ചൈൽഡ് എഴുതിയ പുസ്തകം ഏത് എന്നുള്ളതാണ്. ദ കേവ് പെയിൻറ്റിങ്, തെറ്റാണ്. കേവ് പെയിൻറ്റിങ് എന്നുള്ളത് തെറ്റാണ്. നിയാൻഡർതാൽ ആൻഡ് റീഡിസ്കവേർഡ്, അതും തെറ്റാണ്. ദ ഫസ്റ്റ് ഹ്യൂമൻ, അതും തെറ്റാണ്. ദെൻ ഏതാണ്? വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഗോർഡൻ ചൈൽഡിൻ്റെ. ദെൻ 11ാമത്തെ ചോദ്യം നമുക്കറിയാം. റിവർ വാലി സിവിലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. കാരണം ഒരിക്കലും ഇതല്ല തെറ്റായിട്ടുള്ളത് ഇതാണ് എന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചോദ്യം എന്താണ്?
താഴെ പറയുന്നതിൽ തെറ്റായി ബന്ധപ്പെട്ടത് ഏതാണ്? വിച്ച് among the following is wrongly matched? ക്യൂണിഫോം മെസപ്പൊട്ടോമിയ ശരിയാണ്. ഷാംബോലിൻ ഹൈറോഗ്രാഫിക് ലിപി ശരിയാണ്. അത് ഡെസിഫർ ചെയ്തിട്ടുള്ള ആളാണ് ആര്? ഷാംബോലിൻ. ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഇവിടെ കൺഫ്യൂഷൻ, ബ്രോൺസ് ഏജ് ആണോ, നിയോലിത്തിക് ആണോ, മെസോലിത്തിക് ആണോ എന്നുള്ളത്. ദെൻ അടുത്തതെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറിക്കിട്ടും അല്ലേ. സ്ഫിനാക്സ് അല്ലേ, സ്ഫിനാക്സ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്, അത് ഈജിപ്ഷ്യൻ അല്ലേ. സിംഫക്സ് അല്ലെങ്കിൽ സ്ഫിനിക്സ് ഇത് എന്തിലാണ്? ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തതായിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് 12ാമത്തെ ചോദ്യം തന്നെ ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യം. നമുക്ക് അടുത്തത് പിന്നെ ജോഗ്രഫി റിലേറ്റഡ് ആണ്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ദ വേർഡ് ഗാവഷ്ടി ഋഗ്വേദ സ്റ്റാൻഡ് ഫോർ. ഋഗ്വേദത്തിലെ ഗാവിഷ്ടി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ്. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ബാറ്റിൽ ഫോർ കാറ്റിൽ ആൻഡ് പാസ്റ്ററൽ ഗ്രൗണ്ട്, കന്നുകാലിക്കും കൃഷിയിടങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യുദ്ധം. രണ്ടാമത് ഡിസ്ട്രിക്ഷൻ ഓഫ് കാറ്റിൽ വെൽത്ത് ബൈ ഈറ്റിംഗ് മീറ്റ്, മാംസം ഭക്ഷിക്കുന്നതിലൂടെയുള്ള കന്നുകാലികളുടെ നാശ്. കില്ലിംഗ് ഓഫ് കൗ, കന്നുകാലികളെ കൊന്നെടുക്കുക. ദെൻ റീഡിങ് കാറ്റിൽ ഫോർ മിൽക്ക് ആൻഡ് ഫുഡ്, പാലിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട് കന്നുകാലികൾ വളർത്തുക. ദെൻ വേദകാലഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ദ ബാറ്റിൽ ഫോർ കാറ്റിൽ ആൻഡ് പാസ്റ്ററൽ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സാറ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതിനാണ് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവും. കാരണം ഇതൊക്കെ ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നറിയുന്ന സമയത്ത് നമ്മുടെ പഠനത്തിൽ എന്ത് ചെയ്യും? ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. 2015 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, ഓരോ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ അടക്കം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോളർഷിപ്പ് നേടുന്നത് സുഗമമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെൻട്രിലൈനെ ഫോളോ ചെയ്യുക. then നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.